ചിങ്ങമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ചതുർത്ഥി അഥവാ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അന്നേ ദിവസം ഗണപതിക്ക് മുക്കൂറ്റി, കറുക എന്നിവ കൊണ്ട് മാല അല്ലെങ്കിൽ അർച്ചന, മോദക നിവേദ്യം, ഗണപതി ഹോമം എന്നിവ നടത്തിയാൽ സർവാഭീഷ്ട സിദ്ധിയാണ് ഫലം. വീടുകളിൽ മോദകം അഥവാ കൊഴുക്കട്ട ഉണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ച് കഴിക്കുന്നത് കുടുംബൈശ്വര്യവർദ്ധനവിന് ഉത്തമമാണ്. ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ഏതൊരു ശുഭകാര്യത്തിനും മുൻപ് വിഘ്ന നിവാരണത്തിനായി ഗണപതി പൂജ നടത്താറുണ്ട്. ഗണനാഥനായ ഗണപതിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഫലപ്രാപ്തിയിലെത്തും എന്നാണ് വിശ്വാസം. ഗണേശന്റെ പിറന്നാൾ ദിനത്തിൽ ഓരോ വ്യക്തിയുടെ പേരിലും നാളിലും ചതുർത്ഥി പൂജ നടത്തുന്നത് മംഗല്യ തടസ്സം, വിദ്യാ തടസ്സം, സന്താന തടസ്സം, ഗൃഹനിർമ്മാണ തടസ്സം എന്നിങ്ങനെയുള്ള വിഘ്നങ്ങൾ ഒഴിവാക്കാൻ നല്ലതാണ്. വിനായക ചതുർത്ഥിയിൽ ഗണപതിയുടെ 1008 ഭാവങ്ങളെ വർണ്ണിക്കുന്ന ഗണേശ സഹസ്രനാമം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ്. ഗ എന്നാൽ ബുദ്ധി, ണ എന്നാൽ ജ്ഞാനം, പതി എന്നാൽ അധിപൻ. അങ്ങനെയെങ്കിൽ ഗണപതി എന്നാൽ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അധീശൻ എന്ന അർത്ഥം സിദ്ധിക്കുന്നു. വിനായക ചതുർത്ഥി നാളിൽ ആർക്കും ചെയ്യാവുന്ന പൂജയാണ് ചതുർത്ഥി പൂജ. ആദ്യം കുളിച്ച് ശുദ്ധി വരുത്തുക, ശുഭ്രവസ്ത്രങ്ങൾ ധരിക്കുക. പൂജ ചെയ്യുന്ന സ്ഥലം വൃത്തിയും വെടുപ്പുമായി ശുദ്ധജലം തെളിച്ച് വയ്ക്കുക. അവിടെ ഗണപതിയുടെ ചെറിയ വിഗ്രഹമോ പടമോ പ്രതിഷ്ഠിക്കുക. അതോടൊപ്പം പൂജ ചെയ്യാനുള്ള പുഷ്പങ്ങൾ, ചന്ദനത്തിരി, ശുദ്ധജലം തുടങ്ങിയ ദ്രവ്യങ്ങളും കരുതി വയ്ക്കണം. ഒരു പരന്ന താലത്തിൽ വെറ്റില വൃത്തിയാക്കി വയ്ക്കുക. മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുഴച്ച് മാവാക്കി അതുകൊണ്ട് ഗണപതിയെ സങ്കല്പിച്ച് അറിയാവുന്ന രീതിയിൽ രൂപമുണ്ടാക്കുക. അതിനു മുകളിൽ കുങ്കുമാർച്ചന നടത്തി പൂക്കൾ വെച്ച് അലങ്കരിക്കുക. കറുകപ്പുല്ലും പൂജയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. വിഗ്രഹത്തിന് മുൻപിലായി നിവേദ്യ സാധനങ്ങളും കരുതി വയ്ക്കുക. ഉണ്ണിയപ്പം, അവിൽ, മോദകം, കൊഴുക്കട്ട, മധുര അപ്പം അല്ലെങ്കിൽ ഇലയട തുടങ്ങിയവയാണ് നിവേദ്യത്തിനായി ഉപയോഗിക്കാറുള്ളത്. ഇതെല്ലാം തന്നെ വൃത്തിയാക്കിയ നാക്കിലയിൽ വേണം വയ്ക്കാൻ. അതോടൊപ്പം തന്നെ മറ്റൊരു പാത്രത്തിലോ ഇലയിലോ നാളികേരവും പഴങ്ങളും വയ്ക്കാവുന്നതാണ്. വിളക്ക് കൊളുത്തി പൂജ ആരംഭിക്കണം. ഗണേശ ചതുർത്ഥി ശ്ലോകങ്ങൾ ഉരുവിട്ടുകൊണ്ട് പുഷ്പാർച്ചന നടത്താം. ശേഷം നിവേദ്യ വസ്തുക്കൾ ഭഗവാനെ സമർപ്പിക്കുക. പൂജ കഴിഞ്ഞയുടൻ നിവേദ്യ വസ്തുക്കൾ മറ്റുള്ളവർക്ക് പ്രസാദമായി നൽകുകയും ചെയ്യാം. എല്ലാ പൂജയും കഴിഞ്ഞാൽ മഞ്ഞൾ വിഗ്രഹം ഏതെങ്കിലും ജലാശയത്തിൽ നിമജ്ജനം ചെയ്യണം. ചതുർത്ഥി തുടങ്ങുന്ന സമയം മുതൽ പൂജയും തുടങ്ങണം.